നിങ്ങൾ ചെസ്സിലെ ഒരു തുടക്കക്കാരനാണെങ്കിൽ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ചെസ് കളിക്കുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയൊരു നീക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഇതൊരു തെറ്റായ നീക്കമോ കള്ളക്കളിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എററോ അല്ല. ചെസ്സിലെ ഏറ്റവും പ്രാധാന്യമുള്ള കാസ്ലിംഗ് എന്ന നീക്കമാണിത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാസ്ലിംഗ് എന്താണെന്നും കാസ്ലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്താണെന്നും ഡിസ്കസ് ചെയ്യാം. കാസ്ലിംഗ് എന്നത് കിങ്ങും റൂക്കും തമ്മിലുള്ള നീക്കമാണ്. ഒരൊറ്റ മൂവിൽ തന്നെ രാജാവിനെയും തേരിനെയും ഒരുമിച്ച് നീക്കാൻ സാധിക്കുന്നു. ഈ സൈഡിലുള്ള കാസ്ലിംഗിനെ കിങ് സൈഡ് കാസ്ലിംഗ് എന്നും ക്യൂൻ ഭാഗത്തുള്ള കാസ്ലിംഗിനെ ക്യൂൻ സൈഡ് കാസ്ലിംഗ് എന്നും പറയുന്നു. കിങ് സൈഡ് കാസ്ലിംഗ് ആയാലും ക്യൂൻ സൈഡ് കാസ്ലിംഗ് ആയാലും കിങ്ങിനെ 2 സ്റ്റെപ്പ് സൈഡ് ഭാഗത്തേക്ക് നീക്കുന്നു. അതിനു തൊട്ടടുത്ത് റൂക്കിനെ വെക്കുന്നു. രാജാവ് ചെസ് ബോർഡിന്റെ സെന്ററിലാണ് ഉള്ളതെങ്കിൽ കിങ്ങിനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനും കളി തോൽക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കാസ്ലിംഗ് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ കിങ്ങിനെ സെന്ററിൽ നിന്ന് മാറ്റി കാലാളുകളുടെയും റൂക്കിന്റെയും സഹായത്തോടെ ഒരു കോട്ട കെട്ടി വെക്കുന്നത് പോലെ സംരക്ഷിച്ചു വെക്കുവാൻ സാധിക്കുന്നതാണ്. അടിസ്ഥാനപരമായി ഇതാണ് കാസ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാസ്ലിംഗ് ചെയ്യേണ്ട കിങ്ങിന്റെയും റൂക്കിന്റെയും ഇടയിലായി പീസുകൾ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ആദ്യത്തെ നിയമം. കാസ്ലിംഗ് ചെയ്യണമെങ്കിൽ കിങ്ങിനെയോ റൂക്കിനെയോ ആദ്യ പൊസിഷനിൽ നിന്ന് നീക്കാൻ പാടുള്ളതല്ല. ഒരു റൂക്കിനെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് നീക്കിയാൽ ആ റൂക്കിന്റെ കാസ്ലിംഗ് റൈറ്റ് നഷ്ടപ്പെടുന്നു. എന്നാൽ കിങ്ങിനെയാണ് നീക്കുന്നതെങ്കിൽ പിന്നെ കാസ്ലിംഗ് ചെയ്യാനേ സാധിക്കുന്നതല്ല. മൂന്നാമത്തെ നിയമം, രാജാവ് ചെക്കിലുള്ളപ്പോൾ കാസ്ലിംഗ് ചെയ്യാൻ പറ്റില്ല. രാജാവിനെ ചെക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത ശേഷം മാത്രമേ കാസ്ലിംഗ് ചെയ്യാൻ പറ്റുകയുള്ളൂ. രാജാവ് പോകുന്ന വഴിയിൽ ചെക്കുണ്ടെങ്കിൽ ആ ഭാഗത്തും കാസ്ലിംഗ് ചെയ്യാൻ പറ്റില്ല. കാസ്ലിംഗ് ചെയ്തു വരുന്ന പൊസിഷനിലും ചെക്കുണ്ടാകാൻ പാടില്ല. എന്നാൽ റൂക്ക് പോകുന്ന വഴിയിൽ മറ്റു തടസ്സങ്ങൾ വന്നാൽ കാസിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക.